ICC T20 ലോകകപ്പിന് മുന്നോടിയായിട്ട് സന്നാഹ മത്സരം കളിക്കാൻ ഒരുങ്ങുകയാണ് ടീം ഇന്ത്യ. നാളെ രാത്രി 7 മണിക്ക് മുംബൈയിൽ വെച്ചിട്ടാണ് കളി നടക്കുന്നത്. കരുത്തരായ സൗത്ത് ആഫ്രിക്കൻ ടീമാണ് ഇന്ത്യൻ ടീമിന്റെ എതിരാളി. സന്നാഹ മത്സരത്തിൽ മികച്ച വിജയത്തോടുകൂടി തന്നെ ശനിയാഴ്ച നടക്കാൻ പോകുന്ന അമേരിക്കയുമായിട്ടുള്ള ലോകകപ്പിലെ ആദ്യ പോരാട്ടത്തിന് ഇറങ്ങുകയായിരിക്കും സൂര്യകുമാർ യാദവിൻ്റെയും സംഘത്തിൻ്റെയും ലക്ഷ്യം. പക്ഷെ കരുത്തരായ സൗത്ത് ആഫ്രിക്ക വീഴ്ത്തണമെങ്കിൽ ഏറ്റവും മികച്ച കളി തന്നെ ഇന്ത്യക്ക് പുറത്തെടുക്കേണ്ടി വരും എന്നുള്ളതാണ് മറ്റൊരു വശം. വളരെ മോശം ഫോമിലൂടെ കടന്നു പോകുന്ന മലയാളി സൂപ്പർ താരം സഞ്ജു സാംസന് ലോകകപ്പിന് മുൻപ് ആത്മവിശ്വാസം വീണ്ടെടുക്കാനും ഒരു അവസരം കൂടി ഇന്ത്യൻ ടീം നൽകിയേക്കിട്ട. സൗത്ത് ആഫ്രിക്കയുമായിട്ടുള്ള സന്നാഹ മത്സരത്തിൽ ഇന്ത്യയുടെ സാധ്യത പ്ലേയിങ് 11 ഇങ്ങനെയായിരിക്കും. ന്യൂസിലാൻഡുമായിട്ട് അവസാനം കളിച്ചിട്ടുള്ള T20 പരമ്പരയിൽ കണ്ടിട്ടുള്ള ടീമിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ടോപ്പ് 4 ടീമിനെ ആയിരിക്കും ഇന്ത്യ ഇറക്കാനായിട്ട് പോകുന്നത്. ലോക 1-ാം നമ്പർ ബാറ്ററും വെടിക്കെട്ട് ഓപ്പണറുമായിട്ടുള്ള അഭിഷേക് ശർമ്മയ്ക്ക് സന്നാഹ മത്സരത്തിൽ ഇന്ത്യ വിശ്രമം നൽകിയേക്കിട്ട. കാരണം അദ്ദേഹത്തിൻ്റെ ഫോമിലും ഫിറ്റ്നസ്സിലും കാര്യത്തിലും ടീം മാനേജ്മെൻറ്റിന് യാതൊരുവിധ സംശയവും ഇല്ല എന്നുള്ളത് തന്നെയാണ് മെയിൻ റീസൺ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ബ്രേക്ക് നൽകിയ ഓപ്പണറായി സഞ്ജു സാംസണും അതിൻ്റെ കൂടെ തന്നെ ഓപ്പണിംഗ് ആയിട്ട് ഇറങ്ങാനായിട്ട് പോകുന്നത് ഇഷാൻ കിഷാനും കൂടിയിട്ടായിരിക്കും. 3-ാം നമ്പറിലായിട്ട് കളിക്കാൻ പോകുന്നത് പരിക്ക് ഭേദമായി തിരിച്ചെത്തിയ തിലക് വർമ്മയായിരിക്കും. അമേരിക്കയുമായിട്ട് കഴിഞ്ഞ സന്നാഹ മത്സരത്തിൽ ഇന്ത്യൻ ടീമിനായിട്ട് അദ്ദേഹം കളിച്ചിരുന്നു. 24 ബോളിൽ 38 റൺസ് നേടിയിട്ട് മികച്ച ഫോമിൽ കാണപ്പെട്ട തിലക് വർമ്മനെ ഇനി എന്തായാലും ഇന്ത്യൻ മെയിൻ ടീമിൽ തന്നെ കാണാനായിട്ട് പറ്റുമെന്നാണ് തോന്നുന്നത്. തിലകിന് ശേഷം 4-മതായിട്ട് ക്രീസിലെത്താൻ പോകുന്നത് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ആയിരിക്കും. ന്യൂസിലൻഡുമായിട്ടുള്ള പരമ്പരയോടുകൂടി പഴയ ഫോമിലേക്ക് മടങ്ങിയെത്തിയ അദ്ദേഹം പ്ലെയർ ഓഫ് ദി സീരീസ് ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സൂര്യകുമാർ യാദവിന് ശേഷം 5-ാം നമ്പറിൽ ഓൾറൗണ്ടർ ശിവൻ ദുബെ എത്തുണ്ടാകും. കഴിഞ്ഞ പരമ്പരയിൽ അദ്ദേഹം മികച്ച പ്രകടനം തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. 6-ാമനായിട്ട് സ്റ്റാർ ഓൾറൗണ്ടർ ആയിട്ടുള്ള ഹർദിക് പാണ്ഡ്യ കളിച്ചേക്കില്ല. അദ്ദേഹത്തിന് വിശ്രമം കൊടുത്തിട്ട് ആ ഒരു റോളിൽ വരാനായിട്ട് പോകുന്നത് അക്ഷർ പട്ടേലാണ്. അക്ഷർ പട്ടേലിന് കഴിഞ്ഞ 3 മത്സരങ്ങൾ നഷ്ടമായിട്ടുണ്ടായിരുന്നു. ആ ഒരു 3 മത്സരങ്ങൾ നഷ്ടമായതിനു ശേഷം അവസാനത്തെ മത്സരത്തിലായിരുന്നു അദ്ദേഹം ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന സന്നാഹ മത്സരത്തിലും അദ്ദേഹം കളിക്കുമെന്നാണ് അറിയാൻ പറ്റിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഫിനിഷർ റോളിലേക്ക് കളിക്കാൻ പോകുന്നത് റിങ്കു സിംഗ് ആണ്. റിങ്കു സിംഗ് കളിച്ചെങ്കിൽ തന്നെ എല്ലാ മത്സരങ്ങളും ന്യൂസിലാൻഡുമായി കളിച്ചെങ്കിൽ തന്നെ അദ്ദേഹത്തിന് കാര്യമായിട്ട് ബാറ്റിംഗ് ശൈലി പുറത്തെടുക്കാനായിട്ടുള്ള അവസരങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ വരുന്ന സന്നാഹ മത്സരത്തിലും കളിപ്പിക്കുമെന്നാണ് പറയുന്നത്. അതേപോലെ ബോളിംഗ് സെക്ഷനിലേക്ക് വരുന്ന സമയത്ത് ജസ്പ്രീത് ബുംറയ്ക്ക് റെസ്റ്റ് കൊടുത്തിട്ട് പകരക്കാരനായിട്ട് അവിടെ ഹർഷിത് റാനയെ കൊണ്ടുവരികയും കൂടെ ഹർഷ്ദീപ് സിംഗും ആയിരിക്കും ബോൾ ചെയ്യാനായിട്ട് പോകുന്നത്. അതേപോലെ സ്പിൻ ബോളിങ്ങിലേക്ക് വരുന്ന സമയത്ത് കുൽദീപ് യാദവും അതേപോലെ തന്നെ വരുൺ ചക്രവർത്തിനെയും കളിപ്പിക്കാൻ സാധ്യതയുണ്ട്.